ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായി നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 31ാമത്തെ റിലേഷനായിട്ടുമാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് അവർ പ്രൊഫറ്റ്, ക്രിസ്തു നമ്മുടെ പ്രവാചകൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ ആരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തു നമ്മുടെ പ്രവാചകനാണെങ്കിൽ പിന്നെ പ്രവാചന ശുശ്രൂഷയുടെ ആവശ്യമില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിങ്ങൾ സകലത്തിലും ഉപദേശിക്കും എന്ന് പറയുമ്പോൾ ഇനി ഉപദേഷ്ടാക്കളുടെ ആവശ്യമില്ലല്ലോ എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പലരും തെറ്റിപ്പോകുന്നുണ്ട്. കർത്താവ് തന്നെ നേരിട്ട് കൊടുത്തിട്ടുള്ള ശുശ്രൂഷകളാണ് അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാരെന്നുള്ളതൊക്കെ. ഇതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാകുമ്പോൾ എന്തിനാണ് ശുശ്രൂഷകളെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത്, എന്തിനാണ് ശുശ്രൂഷകൾ 5 വിധ ശുശ്രൂഷകൾ കർത്താവ് നേരിട്ട് കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ശരിയായിട്ട് മനസ്സിലാകും. ദൈവവചനവുമായിട്ട് ഇടപെടുന്ന ഏതൊരു വ്യക്തിയും, വിശ്വാസിയായാലും ശുശ്രൂഷകനായാലും, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ദൈവശ്വാസിയുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ നിന്നും ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ഉപദേശിക്കുവാനായിട്ട്. എന്നാൽ നാം ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുടെ 1% പോലും നമ്മുടെ മുഴുവൻ ആയുസ്സുകൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും നാം പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്താൽ തന്നെ ഇതിലെ സത്യങ്ങളിൽ നിന്ന് 1% പോലും നമ്മുടെ ചെറിയ ആയുസ്സിനുള്ളിൽ ഗ്രഹിക്കാൻ സാധ്യമല്ല. അത്രമാത്രം ആഴമേറിയതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നമ്മളെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഏത് വിധത്തിൽ നമ്മളെ തന്നോട് അനുരൂപരാക്കി, പുത്രനോട് അനുരൂപരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു, ആ വിഷയത്തിൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കും തക്കവണ്ണം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മൾ വെളിപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത് അല്പം സീരിയസായൊരു വിഷയമാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷകളൊക്കെയും പെന്തിക്കോസ്ത് ഗോളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ മുഴുവനും ഹൈന്ദവ മാർഗങ്ങളിലും മുസ്ലിം മാർഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ് പ്രവചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമക്കളായിരിക്കുന്നവർക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സൈത്താൻ്റെ ശുശ്രൂഷകന്മാർ സാത്താൻ്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ ദുഷ്ടാത്മാവിനാൽ പ്രേരിതരായി അവൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് തൻ്റെ പ്രാണനും ആത്മാവും എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. ജഡത്തിനും ജഡത്തിൻ്റെ മോഹങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ ഈ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്ന ശുശ്രൂഷകൾ ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കുന്നവനും അവനാൽ അഭിഷക്തരായിരിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരിൽ നിന്നുള്ള ശുശ്രൂഷകളായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സകല നിറവോളം നിറയുവാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കി അതിനുവേണ്ടി സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വസ്തനായ ദൈവം തന്നോട് പരിശുദ്ധാത്മാവിന് ചോദിക്കുന്നവർക്ക് ദുഷ്ടാത്മാവിനെ അല്ല കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ തൻ്റെ ആത്മാവിനാൽ അഭിഷക്തരായ ശുശ്രൂഷകന്മാരിൽ കൂടെ ആവശ്യമായ ശുശ്രൂഷകൾ നൽകും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ വളരെ വളരെ ലിമിറ്റ് വിട്ടുപോയി വഷളായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അല്പമായിട്ട് കാര്യഗൗരവമായിട്ട് തന്നെ ഒന്ന് പഠിക്കണമെങ്കിൽ ചില മാസങ്ങൾ തന്നെ എടുക്കും. ഞാൻ അതിന് മുതിരുന്നില്ല. ഓരോ വ്യക്തികളും ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നേറുവാൻ തക്കവണ്ണം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ കൂടെ തരുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനായിട്ട് നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിക്കാം.
അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണല്ലോ കർത്താവ് തന്നെ ഈ 5 വിധ ശുശ്രൂഷയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലർ സുവിശേഷകന്മാരായും ചിലർ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും തുടർന്ന് നാം വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ കൊടുത്തിരിക്കുന്നത് കാര്യം ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ അതിന് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണോ, ഞാൻ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനാണോ, എൻ്റെ നിയോഗം ക്രിസ്തുവിൽ നിന്നാണോ. അവിടെ വളരെ വ്യക്തമായിട്ട് നാം ഡീറ്റെയിൽ ആയിട്ട് ദൈവവചനത്തിനെ വായിക്കും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പമായിട്ട് ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത് നാം മലയാളത്തിൽ പറയുമല്ലോ പര്യായങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ സിനോണിമസ് എടുത്തുകൊണ്ട്, ഗ്രീക്ക് പദങ്ങളുടെ സിനോണിമസ് എടുത്തുകൊണ്ട് കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറയുന്നത്. അതിനകത്ത് 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഹിസ് ഗിഫ്റ്റ്സ് വെർ varied. He himself appointed and gave men to us, some to be apostles, that is special messengers, some prophets, that is inspired preachers and expounders, some evangelists, preachers of the gospel, traveling missionaries, some pastors, shepherds of his flock and teachers. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇൻസ്പയർഡ് പ്രീച്ചേഴ്സ് ആൻഡ് എക്സ്പൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതിനെ തന്നെ നമ്മൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു വായിക്കുകയാണെങ്കിൽ വളരെ കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിന് ആദ്യം വായിക്കാം. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ് ദൈവ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതില്ലാതെ 14-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അന്യഭാഷകളെയും പ്രവചനത്തെയും കുറിച്ചുള്ള താരതമ്യമാണ്. 13-ാം അധ്യായത്തിലാണ് ദൈവസ്നേഹം എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇല്ലാത്തിടത്ത് നിങ്ങൾ ഈ പ്രവചന ശുശ്രൂഷയും അല്ലെങ്കിൽ അന്യഭാഷയും കൊണ്ട് ഒച്ചയും ബഹളുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്നാ വേണം വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പി, അഗാപ്പെ ലവ്. അപ്പം 13-ാം അധ്യായം ഒന്ന് ശരിക്കും വായിച്ച് പഠിച്ച് തങ്ങളുടെ ജീവിതത്തെ അത് പ്രാഗൽഭ്യത്തിൽ കൊണ്ടുവന്നിട്ട് പ്രവചന ശുശ്രൂഷ പറയുകയാണെങ്കിൽ അതിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. അല്ലാത്തതൊക്കെയും ദുഷ്ടനിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇതെല്ലാം പറയുമ്പോൾ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ശുശ്രൂഷകൾ കൈക്കൊള്ളുന്നവർക്കോ തുച്ഛീകരിക്കുന്ന സ്വഭാവം ഉണ്ടാവും, പുച്ഛമായിട്ട് തോന്നും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് നല്ല മുറിവ് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രവാചകന്മാരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകനായ ക്രിസ്തുവിനെ നിന്ദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിച്ച് കിട്ടുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾ ഒരുക്കുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ, നിങ്ങളുടെ ഫ്ലഷിൻ്റെ മോഹങ്ങൾ, നിങ്ങളുടെ പാപസ്വഭാവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വതന്ത്ര മനസ്സിനാൽ ഫ്രീ വില്ല നിങ്ങൾ തന്നെ അതിനെ ഉപേക്ഷിച്ച് അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾക്കൊരു അവസരം തരുമ്പോൾ നിങ്ങൾ അതിന് പ്രേരിതരാകാതെ, അതിന് കീഴ്പ്പെടാതെ നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹത്തിന് വേണ്ടിയിട്ട് ദൈവവചനത്തിൽ തന്നെ അനേക വാക്യങ്ങൾ കോട്ട് ചെയ്യാം. ഇത്തരം ദുഷ്ടനാൽ അഭിഷക്തരായ പ്രവാചകന്മാരെ അടുത്തേക്ക് ഓടിപ്പോകുന്ന സ്വഭാവം ഒട്ടുമിക്കവാറും ദൈവമക്കളിലുണ്ട്. അതുകൊണ്ട് അവിടെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈഗർലി പെർസ്യൂ ആൻഡ് സീക്ക് ടു അക്വയർ ദിസ് ലവ്. ഏതാണ് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അഗാപ്പെ ലവ്, ദൈവസ്നേഹം. മേക്ക് ഇറ്റ് യുവർ എയിം, യുവർ ഗ്രേറ്റ് ക്വസ്റ്റ്, and earnestly desire and cultivate the spiritual endowments, gifts, that is especially that you may prophesy. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹം നിങ്ങളിൽ നിറയുവാൻ നോക്കുക. അതിന് ഒത്തിരി അധ്വാനിക്കണം. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, സകലവും വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മളിലുണ്ടോ എന്നൊന്ന് ശരിക്ക് ശോധന ചെയ്തിട്ട് വേണം
ഈ പ്രവചന ശുശ്രൂഷയിലേക്കും അന്യഭാഷയോടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കും ഇത്തരം ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഏറ്റെടുക്കുന്നവർ ചിന്തിക്കുക, നിങ്ങളൊരു പ്രവാചകനെ കൈക്കൊള്ളുന്നുവെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവനിലുണ്ടോ ഇല്ലയെന്ന് കൂടെ ഒന്ന് ശോധന ചെയ്തിട്ട് വേണം അത്തരം ആൾക്കാരിന്ന് കൈക്കൊള്ളുവാൻ. അപ്പോൾ തന്നെ ഒരു 99% ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ മലയാളത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾക്ക് ഈസിയായിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതായ ഏറ്റവും വലിയ പ്രവാചകനായ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ പ്രൊഫസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റർപ്രറ്റ് ദ ഡിവൈൻ വിൽ ആൻഡ് പർപ്പസ് ഇൻ ഇൻസ്പയർഡ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. അതാണ് പ്രൊഫസി എന്ന് പറയുന്നത്. ദ ഇൻറ്റർപ്രറ്റ് ദ ഡിവൈൻ വിൽ. ഇതിനെക്കുറിച്ചൊന്ന് അല്പമായിട്ട് വിവരിക്കുവാൻ പഴയ നിയമത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തെക്കുറിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അല്പം വന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 11 തുടങ്ങി നാം വായിക്കുമ്പോൾ അതിന് എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷകൾ കൊടുത്തിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ വിവേചിക്കാൻ സാധിക്കും. അവൻ ചിലവരെ, ആധാരാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, അതായത് 9-ാം വാക്യം തുടങ്ങി പറഞ്ഞിട്ട് അവന് ഉയരത്തിലേക്ക് കയറി ദാനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-ാം വാക്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരുമായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, സെമി കോളനാണ് ഇട്ടിരിക്കുന്നത്. അത് എന്തിനാ? ഈ 5 വിധ ശുശ്രൂഷകൾ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം, അവിടെയും ഫുൾ സ്റ്റോപ്പില്ല, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഈ 5 ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഈ ഒരു കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ഒന്ന് ശോധന ചെയ്താൽ, അതേപോലെ ഇത്തരം ശുശ്രൂഷകന്മാരെ സ്വീകരിക്കുന്നവർ ഈ ശുശ്രൂഷകന്മാർ ഇതാണോ ഇവിടെ ശുശ്രൂഷ കൊണ്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? വ്യക്തി താല്പര്യമാണോ? ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണോ? നിങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണനിൽ വസിക്കുന്ന ഈ ഫ്ലഷിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീര ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ വെൽഫെയർ സെൻറ്ററിന് വേണ്ടി ശുശ്രൂഷിക്കുന്നവന്മാരാണോ എന്ന് വളരെ ലളിതമായി ഈ ഒരു വചനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ സാധിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം ഇവരിലുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ശോധന ചെയ്യാം. മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്തരം ശുശ്രൂഷകൾ, ഈ 5 വിധ ശുശ്രൂഷകൾ നടത്തുന്നവർ അത് നാം എല്ലാവരും വിശ്വാസത്തിലും, ഞാൻ വിശ്വാസം എന്നതിനെക്കുറിച്ച് നല്ല ഡെഫിനിഷൻ കഴിഞ്ഞ ചില മെസ്സേജുകളിൽ കൂടെയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ആശ്രയം. ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളേജ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, എക്സ്പീരിയൻസ്. ഇതിൽ ഐക്യത. ഇതാണോ ഈ ഒരു ശുശ്രൂഷ കൊണ്ട് നടക്കുന്നത്? തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തായുള്ള, കത്തോലിക്കൻ പ്രവചിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയോട്, ഓർത്തഡോക്സാരും പ്രവചിക്കുകയാണെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ തന്നെ നിൽക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റ് ചർച്ചുകളുടെ ഡിനോമിനേഷൻ ഇൻട്രസ്റ്റോടെ പ്രവചിക്കുന്ന ഒരു ഡിനോമിനേഷൻ നിൽക്കുവാൻ തക്കവണ്ണം, വ്യക്തി താല്പര്യം നിൽക്കുന്നതൊക്കെ, ഇതൊക്കെയും തന്നെ യൊരോബിയാമിൻ്റെ കാലത്ത് 2 കാളക്കുട്ടി ഉണ്ടാക്കിയതിന് തുല്യമാണ്. യൊരോബിയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ ദൈവവചനപ്രകാരം അവർക്ക് കൊടുത്തിരുന്ന 3 ഉത്സവങ്ങൾ, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം, അതുപോലെ പെന്തക്കോസ്റ്റ് ഉത്സവം, അതുപോലെ തന്നെ കൂടാര പെരുന്നാൾ, ഈ 3 ഉത്സവങ്ങൾക്കും ഇസ്രായേലിലെ പുരുഷ പ്രജയൊക്കെ യെരുശലേം ആലയത്തിൽ പോകണം, ദൈവസാന്നിധ്യമുള്ള യെരുശലേം ആലയത്തിൽ അവിടെ ചെല്ലണമെന്ന് ന്യായപ്രമാണ പ്രകാരം കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ യൊരോബിയാമിന് 10 ഗോത്രങ്ങൾ കിട്ടിയപ്പോൾ ഈ ജനമെല്ലാം ഇങ്ങനെ കൂടെ യെരുശലേമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഹൃദയം രഹബയാമിനോട് ചേരുമോ? ശലോമോൻ്റെ മകനായിരിക്കുന്ന, അതുപോലെ തന്നെ യഹൂദ ഗോത്രങ്ങൾ 2 ഗോത്രങ്ങൾ കൊടുത്തിരിക്കുന്ന രഹബയാമിനോട് ചേരുമോ എന്ന് ഭയന്നിട്ട്, അതായത് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാൻ, തൻ്റെ വ്യക്തി താല്പര്യം, ഡിനോമിനേഷൻ സ്ഥാനം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ബേഥേലിലും മറ്റും 2 കാളക്കുട്ടിയെ നിർത്തിയിട്ട്, ഇതാ
മിസ്രൈം ദേശത്ത് നിന്ന് പിടിപ്പിച്ചു കൊണ്ടുവന്ന ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമാറാക്കി, ദാനിലും ബേതേലിലും. ഇത്തരം ശുശ്രൂഷകൾ കൊണ്ട് നിങ്ങളെ യഥാർത്ഥ സത്യദൈവമായ, നിങ്ങളുടെ വീണ്ടെടുപ്പായിരിക്കുന്ന, നിങ്ങളുടെ തേജസ്സായിരിക്കുന്ന, നിങ്ങളുടെ രക്ഷയായിരിക്കുന്ന, നിങ്ങളുടെ തേജസ്സായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതാണോ? വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക, ഇതിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതാണോ എന്ന് ഈ 3 വാക്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ വിവേചിക്കാൻ സാധിക്കും. സ്തോത്രം. ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. കാരണം അത്രമാത്രം ഡേഞ്ചറസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ശുശ്രൂഷകൾ കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം കുറവുകളെ കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതാണല്ലോ യൂട്യൂബിനകത്ത് കോടിക്കണക്കിന് ശുശ്രൂഷകളാണുള്ളത്. ഇതിലൊക്കെയും വിരൽ കൊണ്ടൊന്ന് തോണ്ടി നോക്കുമ്പോൾ നിങ്ങളുടെ സോളിൽ വസിക്കുന്ന നിങ്ങളുടെ ജഡത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അത്തരം വാക്കുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. ശുശ്രൂഷകളാണോ നിങ്ങൾ കൈക്കൊള്ളുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ആകാരമായിരിക്കുന്ന ക്രിസ്തുവിനെ, മന്നയാണോ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. അപ്പോൾ ഇത്തരം ശുശ്രൂഷകളിലേക്ക് നാം കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലേക്കുള്ള ശുശ്രൂഷകൾ, പ്രവാചകന ശുശ്രൂഷകൾ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് അല്പമായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് ആവശ്യമായ പഴയ നിയമത്തിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ? നമുക്ക് പുതിയ നിയമം പോരെ എന്ന് വാദിക്കുന്ന ചിലരുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ ഒരു ഗൈഡൻസ് നമുക്ക് വായിക്കാം. എബ്രായലേഖനം 1-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവന് മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവിടെ നാം ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും, ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഇൻ മെനി സെപ്പറേറ്റ് റെവലേഷൻസ് ഈച്ച് ഓഫ് വിച്ച് സെറ്റ് ഫോർത്ത് എ പോർഷൻ ഓഫ് ദി ട്രൂത്ത് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഗോഡ് സ്പോക്ക് ഓഫ് ഓൾഡ് ടു അവർ ഫോർ ഫാദേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, വിവിധമായിട്ടും. അപ്പോൾ ഏതെല്ലാം വിധത്തിലാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ദൈവം തൻ്റെ ഈ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ പഴയ നിയമത്തിലാകുമ്പോൾ അവരെ ന്യായപ്രമാണത്തിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ശുശ്രൂഷകൾ ചെയ്തിപ്പിച്ചത് എന്ന് നമുക്കൊന്ന് അല്പം ചിന്തിച്ച് നോക്കാം. ആമേൻ. ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ഗോഡ് സ്പോക്ക് ഓഫ് ഓൾഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ടുള്ള പ്രവാചകന്മാർ വരെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം റൈറ്റിംഗ് പ്രോഫറ്റ്സ് പറഞ്ഞുകൊണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണല്ലോ നമുക്കറിയുന്നത് വലിയ പ്രവാചകന്മാരെന്ന് പറയുന്ന ഐശയ്യ, ജെറമ്യ, എസെക്കിയേൽ, ദാനിയേൽ. അതുപോലെ തന്നെ ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്നത് ഹബക്കൂക്ക്, സെഫന്യാവ്. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രവാചകന്മാരുണ്ടല്ലോ. പുതിയ നിയമത്തിലാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, ജോൺ ഒക്കെ തന്നെ ഇതുപോലെ തന്നെ ലേഖനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ എഴുത്തുകളിൽ കൂടെ ദൈവത്തിൻ്റെ ഹിതം അറിയിച്ചിട്ടുള്ളവരാണ്. പഴയ നിയമത്തിലാണെങ്കിൽ ഇത്തരം എഴുത്തുകാർ എഴുതുമ്പോഴൊക്കെയും യഹോവയുടെ അരുളപ്പാട് അല്ലെങ്കിൽ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എഴുതുന്നത്. മറ്റൊരു കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് സ്പീക്കിംഗ് പ്രോഫറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എഴുതാതെ ആമേൻ അവർ പ്രവചിക്കുക മാത്രം, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ദൈവജനത്തെ പഴയ നിയമത്തിലാകുമ്പോൾ ന്യായപ്രമാണത്തിലേക്ക് അവരെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം പ്രസംഗിച്ചുകൊണ്ട് നടന്നായിട്ടുള്ള പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിൽ എലിശ, അതുപോലെ ഏലിയാവ്. അവരെക്കുറിച്ച് പിൽക്കാലത്താണ് എഴുതിയിരിക്കുന്നത്. അവർ ഏലിയാവിനെ കുറിച്ചുകൊണ്ടാണെങ്കിൽ 2-3 അധ്യായങ്ങൾ മാത്രമേ നമുക്ക് 1 രാജകുമാരുടെ പുസ്തകം 17, 18, 19 അധ്യായങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ പ്രവാചകനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പുതിയ നിയമത്തിലാണെങ്കിൽ നമ്മെ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് ക്രിസ്തുവിനെ തന്നെ വെളിപ്പാട് പുസ്തകം മുഴുവനും പ്രവചന പുസ്തകമായിട്ട് കൊടുത്തിരിക്കുമ്പോൾ യോഹന്നാനാണ് അത് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഭൂമിയിലെ പരസ്യജീവിത കാലത്ത് തന്നെ അനേക കാര്യങ്ങൾ പ്രൊഫസിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പിൽക്കാലത്ത് സുവിശേഷങ്ങളിൽ കൂടെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് എഴുതിയിരിക്കുന്നു. പക്ഷേ എന്താണ് അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? ദൈവത്തിലേക്ക്, മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുക,
അവരെ അല്ലെങ്കിൽ ദൈവത്തിൽ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വായിച്ച് ചിന്തിക്കുന്ന സമയത്ത് പുതിയ നിയമത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിൽ പോളിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ പഴയ നിയമത്തിലാണെങ്കിൽ നമുക്ക് നാഥാൻ പ്രവാചകനെ കാണാൻ സാധിക്കും. ദാവീദിനെ കറക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന നാഥാൻ പ്രവാചകൻ. അവിടെ തന്നെയൊക്കെയും അവർ പറയുകയാണ്, മീഖ പ്രവാചകനുണ്ട്, അബിജാവുണ്ട്, യെരമ്യാവുണ്ട്. ചില പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ മാൻ ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവതി എന്നല്ല, ദൈവപുരുഷൻ. അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ദൈവത്തിൻ്റെ ഹിതത്തെ അറിയിക്കുന്ന വിഷയങ്ങളായിരുന്നു. ഞാൻ ചെറിയ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു പോകുന്നത്. ഈ ശുശ്രൂഷകളിൽ കൂടെ അവരെങ്ങനെയാണ്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഒരു ജസ്റ്റ് നോളജ് ഇക്കാലത്ത്, പുതിയ നിയമകാലത്ത് പ്രവാചകന്മാരെ കൈക്കൊള്ളുന്നവരുടെ ഞാൻ പ്രവാചകന്മാർ നിങ്ങളെ ആരെയും അകറ്റുവാനല്ല പറയുന്നത്. അവർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ കൂടെ ക്രിസ്തു എന്ന തലയോളം, അല്ലെങ്കിൽ നിങ്ങളെ ക്രിസ്തുവിലുള്ള യഥാസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ആക്ടിംഗ് പ്രൊഫേഴ്സ്. ഇതാണ് പ്രവചന ശുശ്രൂഷയിലെ ഏറ്റവും കഠിനമായ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവാചകനോട് ഒരിക്കൽ പറഞ്ഞു, നീ ചെരുപ്പിടാതെ നഗ്നനായിട്ട് നടക്കുക. യെരമ്യാ പ്രവാചകന് വരാൻ പോകുന്ന നെബൂഖദ്നേസറിൻ്റെ മുഖത്തെ കാണിക്കാൻ തക്കവണ്ണം പറഞ്ഞു, നീ ഒരു നുഖമുണ്ടാക്കി കഴുത്തിൽ വെച്ചിട്ട് ഒരു നുഖമുണ്ടാക്കിക്കൊണ്ട് രാജാവിൻ്റെ അടുത്ത് നിന്ന് സിദെക്കീയാവിൻ്റെ അടുത്ത് നിന്ന് പ്രവചിക്കുക. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എത്രമാത്രം കഠിനമായ ഒരു വിഷയത്തിൽ കൂടിയാണ് അവർക്ക് കടന്നു പോകേണ്ടി വന്നത്. എസെക്കിയേൽ പ്രവാചകനോട് അതിനേക്കാളും യെശയ്യാവിനോടും യെരമ്യാവിനേക്കോടും പറഞ്ഞതിനേക്കാളും കുറേ കൂടി കഠിനമായ ഒരു വിഷയമായിരുന്നു എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നത്. അതുപോലെ തന്നെ പല പ്രാവശ്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവൻ്റെ ഭാര്യ ഭരിക്കുന്ന വിഷയം. അതുപോലെ തന്നെ ഒരു വശം ചിടഞ്ഞ് 390 വശം, ഒരു വശം ചെരിഞ്ഞ് കിടക്കുക, അതുപോലെ തന്നെ മറുവശം തിരിഞ്ഞ് കിടക്കുക. ഇതെല്ലാം ലിറ്ററലായിട്ട് അവർ ചെയ്ത വിഷയമാണ്. ഒരു ഇമാജിനേഷൻ അല്ല, ഒരു ദിവസം 2 ദിവസത്തെ കാര്യമല്ല. 390 days ഇസ്രായേൽ ജനത്തെ ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവന്നിട്ട്, അവൻ്റെ ഭാര്യ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം അവനോട് പറഞ്ഞു, എസെക്കിയേലിനോട് പറഞ്ഞു, നീ അവനെക്കുറിച്ച് വിലപിക്കരുത്. തൻ്റെ സ്വന്തം ഭാര്യ മരിക്കും. ഇസ്രായേൽ ജനത്തെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ കൊല്ലുകയാണ്. എന്നിട്ട് പറയും, നീ വിലപിക്കരുത്. അതിൽ കൂടെ ഒരു കാര്യം ഇസ്രായേലിനെ പഠിപ്പിക്കുക. അതിനേക്കാളും കഠിനമായ ഒരു പ്രവാചകനായിരുന്നു ഹോശേയ എന്ന് പറയുന്നത്. ഇന്നത്തെ പുതുനിയമ പ്രവാചകന്മാർക്ക് വളരെ പാഠം ലഭിക്കുന്ന ഒരു പ്രവാചകനാണ് ഹോശേയ. ഹോശേയയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വളരെ മനസ്സിരുത്തി അതിൻ്റെ ഡെപ്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹോശേയയോട് ദൈവം പറഞ്ഞു, നീ പോയിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ, പരസംഗത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക. ഒരു നീതിമാനായ മനുഷ്യനോട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകനോട് പറയുകയാണ്, ഇസ്രായേലിനൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, നീ പോയിട്ട് വേശ്യാപ്രവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക. ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ ഹോശേയ പോയിട്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന മക്കളെ, ജനിക്കുന്ന മക്കൾക്ക് ഓരോരു പേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഹോശേയ പ്രവാചകൻ ഈ പ്രവാചന ശുശ്രൂഷകളൊക്കെയും ചെയ്ത് നടക്കുന്ന സമയത്ത് രാജ്യങ്ങൾ ദേശങ്ങൾ താണ്ടി പ്രവചന ശുശ്രൂഷകളൊക്കെ നടത്തി അവൻ പ്രസംഗിച്ചുകൊണ്ട് തിരിച്ചു വീട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ ഭാര്യ വീണ്ടും പഴയ പണിക്ക് പോകാൻ തുടങ്ങി, വീണ്ടും പ്രോസ്റ്റിറ്റ്യൂഷന് പോകാൻ തുടങ്ങി. എന്നിട്ട് ദൈവം അടുത്ത കഠിനമായ വിഷയം പറയുന്നത്, ദൈവം അവനോട് വിളിച്ച് പറയുകയാണ്, നീ പോയിട്ട് നിനക്കുള്ള സകലത്തെയും വിറ്റ് നിൻ്റെ ഭാര്യയെ വേശ്യാതിരിവിൽ നിന്ന് വീണ്ടുകൊള്ളുക. അവൾ തന്നെ വിൽക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി വന്ന നിനക്കുള്ള സകലത്തെയും വിറ്റിട്ട് അവളെ റിഡീം ചെയ്യുക, വീണ്ടുകൊള്ളുക. അവിടെ പ്രവാചകൻ ഒരു വാക്കുപോലും പറയാതെ ദൈവത്തിന് അരുളപ്പാടിനനുസരിച്ചുകൊണ്ട് തെരുവിൽ പോയി അവളെ തന്നെ വിൽക്കുവാൻ വേണ്ടി ഓഫർ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ഇന്നത്തെ പ്രവാചകന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ചെകിട്ടത്തിൽ 2 കൊടുക്കും. അവളെ പോയി തനിക്കുള്ളതൊക്കെയും വിറ്റുകൊണ്ട് വീണ്ടുകൊള്ളുകയായിരുന്നു. ദൈവം അതിൽ കൂടെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പഠിച്ചത്? ഇസ്രായേലിനെ തൻ്റെ ജനമായിട്ട് തിരഞ്ഞെടുത്തത് അവരുടെ ഇസ്രായേലിൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇസ്രായേലിൻ്റെ കഴിവ് കൊണ്ടുമല്ല,
അൺക്വാളിഫൈഡ് ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് ആദ്യമായിട്ട് ഒരു വേശ്യയെ പോയി വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ഇസ്രായേലിനെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുക്കുന്ന അവരുടെ ഗുണം കൊണ്ടോ അവരുടെ ജ്ഞാനം കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നുമല്ല, മേഴ്സി ഗ്രേസ് കൊണ്ടാണെന്ന് പഠിപ്പിക്കാനാണ് ഇന്നും നമ്മളോട് പുതിയ നിയമ വിശ്വാസികളോടും പറയുന്നത്. നമ്മുടെ ഒരു കഴിവ് കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നുകൊണ്ടുമല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നോക്കിക്കഴിഞ്ഞാൽ ദൈവം വെറും ഭോഷന്മാരെ അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, കൃഷിക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ജ്ഞാനികളായിരിക്കുന്ന ദാനിയേലിനെ പോലെയുള്ള തിരഞ്ഞെടുത്തിട്ടുണ്ട്. തനിക്ക് ആവശ്യമുള്ള ആൾക്കാരെ, ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ആരോട് പ്രവചിക്കുന്നു ആ ജനത്തിന് സ്വീകാര്യമായ വിധത്തിൽ അവർക്ക് ബോധം വരുത്തത്തക്കവണ്ണം, അവരെ യഹോവയിലേക്ക് തിരിച്ചു വരുത്തുവാൻ തക്കവണ്ണം ദൈവം ഓരോ പ്രവൃത്തികളെടുത്ത് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കേൾക്കുന്നവരെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുക. പുതിയ നിയമ ശുശ്രൂഷയാകുമ്പോൾ ക്രിസ്തു എന്ന തലയോളം വളർത്തുക, ദൈവത്തിൻ്റെ സകല നിറവോളം നിറഞ്ഞു വരിക, പുത്രനോട് അനുരൂപരാക്കി തീർക്കുക. ഇതാണ് ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത്. ക്രീം എന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. ആമേൻ. അങ്ങനെ ഓശയോട് പറഞ്ഞ്, ഓശയ ഒരു വേശ്യസ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അതിൽ നിന്ന് മക്കൾ ജനിക്കുന്നു. താൻ പോയി പ്രവചന ശുശ്രൂഷകൾ നടത്തുന്ന സമയത്ത് തൻ്റെ ഭാര്യ വീണ്ടും പരസംഗത്തിന് പോകുന്നു. അത്തരം ഭാര്യയെ വീണ്ടും കൊള്ളുവാൻ തക്കവണ്ണം, തനിക്കുള്ളതിനൊക്കെയും കൊടുത്തുകൊണ്ട് വീണ്ടും കൊള്ളുവാൻ തക്കവണ്ണം ഓശയോട് പറയുമ്പോൾ ഓശ അതുപോലെ അനുസരിച്ച് തനിക്കുള്ളതൊക്കെ കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും കൊള്ളുകയാണ്, തെരുവിൽ നിന്ന് വീണ്ടും കൊള്ളുകയാണ്. ദൈവം അതിൽ കൂടെ പഠിപ്പിക്കുന്നത്, മനുഷ്യ നിന്നെ ഞാൻ സ്നേഹിച്ചു, ഗ്രേസ് കൊണ്ട് വീണ്ടെടുത്തിട്ടും നീ വീണ്ടും പരസംഗത്ത, നിൻ്റെ ജഡത്തിൻ്റെ മോഹത്തിൻ്റെ പരസംഗത്ത നീ പോകുന്നെങ്കിൽ തന്നെയും എനിക്കുള്ള സകലത്തെയും, അതായത് എൻ്റെ ഓമന പുത്രനെ തന്നെ ക്രൂശി യാഗമായി തിരുവാൻ തക്കവണ്ണം തന്ന് ഞാൻ നിന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് പഠിപ്പിക്കാൻ തക്കവണ്ണമായിരുന്നു ഒരു ഓശയ പ്രവാചകൻ്റെ 14 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ശുശ്രൂഷ. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക്, പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരും പ്രവാചകന്മാരെ കൈക്കൊള്ളുന്നവരും ഇതെല്ലാം ഒന്ന് ഹൃദയത്തിൽ, ഞാൻ എൻ്റെ ക്രീം മാത്രം ഇവിടെ എഴുതിയുള്ളൂ. 14 അധ്യായങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ക്രീം മാത്രം ഞാനിവിടെ എഴുതിയുള്ളൂ. അപ്പോൾ ആക്ടിങ് പ്രവാചകന്മാരിൽ വേണമെങ്കിൽ ഓസ്കാർ അവാർഡ് ലഭിക്കുവാൻ ക്വാളിഫൈഡ് ആയിരിക്കും പ്രവാചകൻ എന്ന് പറയാം, ഹോശയെ വേണമെങ്കിലും. ഹല്ലേലൂയ. ഇനി 4-മത്തെ ഒരു സ്റ്റെപ്പാണ് സിംബോളിക്കായിട്ടുള്ള പ്രവചന ശുശ്രൂഷകൾ. അമ്മ വസ്തുക്കളിൽ കൂടെ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഉത്സവങ്ങളിൽ കൂടെ അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ പഴയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഓരോ സെൻറ്റൻസിലും നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. എമ്മാവസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്താണ് ചെയ്തത്? അവിടെ അവർ അവിശ്വാസത്തെ തിരിച്ചു പോവുകയായിരുന്നു, കൂട്ടം വിട്ട് തിരിച്ചു പോവുകയായിരുന്നു. കർത്താവ് അവരെ തള്ളിക്കളഞ്ഞില്ല. അവരുടെ വീക്ക്നെസ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ കൂടെ ചേർന്ന് നടന്ന് തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രവാചക പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിലൊക്കെ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് ആ പ്രവചന ശുശ്രൂഷകളും സങ്കീർത്തനങ്ങളും മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതും നിങ്ങൾ കാത്തിരുന്നതുമായ മശിഹ തന്നെയാണ് യേശു ഞാനെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അവർക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം അവിടെ ഹൃദയം തുറന്നു എന്ന് മനസ്സിലായപ്പോൾ ദൈവം അവർക്ക് തന്നെ താൻ വെളിപ്പെടുത്തി കൊടുത്തു. അവർ ആ രാത്രിക്ക് തന്നെ അപ്പസ്തോലന്മാരുടെ തിരിച്ചു വന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരുടെ 1, 2, 3 നൂറ്റാണ്ടുകളിൽ ശുശ്രൂഷകൾ അതൊക്കെ തന്നെയായിരുന്നു. തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളിലും വെളിപ്പെടുത്തിയിരിക്കുന്ന മശിഹ തന്നെയാണ് ഈ നസറേയനായ യേശു. ഇന്നലെ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ക്രൂശിച്ചു കൊന്ന, കഴിഞ്ഞ മാസങ്ങൾ വർഷങ്ങൾ നിങ്ങൾ മുമ്പ് ക്രൂശിച്ചു കൊന്ന യേശു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ ശുശ്രൂഷകൾ. വളരെ സിമ്പിളായിരുന്നു. എന്നാൽ അതിനുശേഷം കടന്നു വന്നതായ മിസ്റ്ററി ബാബിലോൺ, അതായത് ബാബിലോണിൽ നിന്ന് കൂശിൻ്റെ ഭാര്യയും സ്വന്തം മകനായ നിമ്രോദിൻ്റെ അമ്മയുമായിരുന്ന സെമീറാമിസിൽ കൂടെ വ്യാപരിച്ച മിസ്റ്ററി ബാബിൽ അല്ലെങ്കിൽ കൗണ്ടർ റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കൂടെ ഉത്ഭവിച്ചതായിട്ടുള്ള മ്ലേച്ഛതകളുടെ സിംഹാസനങ്ങളും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ക്രിസ്ത്യൻഡത്തിൽ അല്ലെങ്കിൽ കാത്തലിസത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളതായിട്ടുള്ള വിവിധമായ ഗ്രൂപ്പുകൾ ഇത് പെന്തിക്കോസിലും നല്ല ശതമാനം കയറിയിരിക്കുകയാണ്.
ഇതിൻ്റെ ലക്ഷ്യം മിസ്റ്ററി ബാബിലോണാണ്, കൗണ്ടർ റിലീജിയനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ പ്രാണനും ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ വിട്ടു ഓടുവാനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എമ്മാവൂസിലേക്ക് തിരിച്ചു പോയിരുന്ന ശിഷ്യന്മാരോട് കൂടെ നടന്നുകൊണ്ട് അവിടെ ഹൃദയത്തിൽ ഗ്രഹിക്കത്തക്കവണ്ണം തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ തന്നെയാണ് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. പിന്നെ കുറച്ച് ഗ്രൂപ്പുള്ളത് ഇൻഡിവിജ്വൽ ജീവിതങ്ങളിൽ കൂടെ നമുക്ക് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ മോശയെ എടുക്കാം, ഏലിയാവിനെ എടുക്കാം, യോസെഫിനെ എടുക്കാം. യോസെഫിനെ സഹോദരന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞു. അവന് കൊന്നുകളയാൻ തക്കവണ്ണം പൊട്ടക്കിണറ്റിലിട്ടു. എന്നാൽ അവിടെ നിന്ന് അവനെ എടുത്തു മിസ്രൈമിൽ അവനെ വിറ്റു കളഞ്ഞു. ആമേൻ. അവിടെ അവൻ കുറച്ച് കാരാഗൃഹത്തിൽ പോകേണ്ടി വന്നു. കുറച്ച് നാൾക്ക് ശേഷം അവിടെ അവൻ ഫറവോന് കീഴിൽ രണ്ടാമനായിട്ട് വന്നു. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ടൈപ്പാണ്. ക്രിസ്തുവിനെ യൂതന്മാർ കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു, മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. അതുപോലെ തന്നെ അനേക കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യഹോവയുടെ ഉത്സവങ്ങളെന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ ഓരോ ഉത്സവങ്ങളും ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഓരോ കാര്യങ്ങളും അതിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏകദേശം 9 എപ്പിസോഡുകൾ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പരിജ്ഞാനത്തിനു വേണ്ടി മനസ്സിലാക്കാൻ സാധിക്കും. ഡീപ്പായിട്ടുള്ള സ്റ്റഡീസ് അതിനകത്തുണ്ട്. ഈ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വസ്തുക്കളിൽ കൂടെ കർത്താവ് പഠിപ്പിക്കാൻ സാധിച്ചു. ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ മേഴ്സി സീറ്റ് ഞാൻ പല പ്രാവശ്യം പറയാറുള്ളതാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദ ലോ, ഡിവൈൻ ലോ എന്ന് പറയുന്നത് എപ്പോഴും പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, പാപം ചെയ്ത ദേഹി ശിക്ഷ അനുഭവിക്കണം. കാരണം ഡിവൈൻ ഗവൺമെൻറ് ഒരിക്കലും ഡീവിയേഷൻ ഉള്ളതല്ല, ഇളവ് ചെയ്യുന്നതല്ല. വചനത്തിൻ്റെ സ്പിരിറ്റ്, വചനത്തിൽ ലിറ്ററൽ മീനിങ് ഉണ്ട്, സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ലിറ്ററൽ മീനിങ്ങിന് വേണമെങ്കിൽ അല്പമായിട്ടുള്ള ഡീവിയേഷൻസ് വരുത്താം. ശബത്തിൽ യാതൊരു വേലയും ചെയ്യരുത് എന്ന് അതിൻ്റെ ലിറ്ററൽ മീനിങ് എടുക്കുകയാണെങ്കിൽ ഒരു വേലയും ചെയ്ത്, അതുകൊണ്ടാണ് യഹൂദന്മാർ കർത്താവ് ഓരോ പ്രവൃത്തികൾ ശബത്തിൽ ചെയ്യുമ്പോൾ അവനെ കല്ലെറിയാൻ നോക്കിയത്. എന്നാൽ അതിൻ്റെ സ്പിരിച്വൽ മീനിങ് അതല്ല. കർത്താവ് ശബത്തിൽ തന്നെ രോഗികളെ സൗഖ്യമാക്കി. ശബത്തിൽ തന്നെ 18 സംവത്സരമായിട്ട് കൂനിയായിരുന്ന സ്ത്രീയെ, സാത്താൻ ബന്ധിച്ചിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കി. ശബത്തിൽ തന്നെ അവൻ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി. ശബത്തിൽ തന്നെ കുരുടനെ സൗഖ്യമാക്കി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല, ഇതിൻ്റെ സ്പിരിച്വൽ മീനിങ്, നന്മ ചെയ്യുന്നത് നല്ലതാണെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് ചെയ്തെടുത്തു. എന്നാൽ സ്പിരിച്വൽ മീനിങ്ങിന് മാറ്റമില്ല. അപ്പോൾ ലോയുടെ സ്പിരിച്വൽ മീനിങ് ഡീവിയേഷനില്ലാത്തതാണ്. വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ, ദൈവത്തിൻ്റെ ലോ, ദ ഡിവൈൻ ലോ, ദ ലോ ഓഫ് ഗോഡ് ഓൾവേസ് കണ്ടം ദ സിന്നേഴ്സ്. അതിനകത്ത് ദൈവത്തിന് ക്ഷമിപ്പാനോ ഡീവിയേറ്റ് ചെയ്യുവാനോ ഒന്നും സാധ്യമല്ല. അതിനെ കവർ ചെയ്യുന്നതാണ് ക്രിസ്തുവിന് നേടായിരിക്കുന്ന മേഴ്സി സീറ്റ്. ഹല്ലേലൂയ. അതിന് ആ മേഴ്സി സീറ്റ് കൃപാസനത്തിൻ്റെ 2 അറ്റത്തും കെരൂബുകൾ നിർത്തിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ നിയമപ്പെട്ടകത്തിനകത്തോണ്ടാണ് കൽപ്പലകകൾ, മന്നയിട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം, അഹരോൻ്റെ തളിർത്ത വടി എന്തിനെ കാണിക്കുന്നത്? ഹല്ലേലൂയ. ലോയെ കാണിക്കുകയാണ്. ക്രിസ്തു ന്യായപ്രമാണത്തിൽ കീഴെ തന്നെ വരും. ആമേ സ്തോത്രം. മന്ന അവൻ തന്നെ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ആ തളിർത്ത വടി ആമ എന്താ കാണിക്കുന്നത്? തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുകയാണ്. ആ കൃപാസനത്തിൻ്റെ മേൽ നിൽക്കുന്നതായിട്ടുള്ള 2 കെരൂബുകൾ, ആമേ മഗ്ദലക്കാരി മറിയ, ആമേ സ്തോത്രം, കല്ലറയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവിടെ ശരീരം കാണുന്നില്ല. 2 കെരൂബ്, 2 ദൂതന്മാർ, ആമേ ശുഭ്രവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും മറ്റൊരാൾ ദൂതൻ കാൽക്കലും കാവൽ നിൽക്കുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് സിംബോളിക്കായിട്ട് ഒബ്ജക്റ്റിൽസ് കൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതെല്ലാം തന്നെ പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ വ്യക്തികളിൽ കൂടെ ആകട്ടെ, ഉത്സവങ്ങളിൽ കൂടെ ആകട്ടെ, വസ്തുക്കളിൽ കൂടെ, നമ്മൾ ടാബർനാക്കളിനെ കുറിച്ച് ഏകദേശം 24 എപ്പിസോഡുകൾ മറ്റും 24 അതിലും കൂടുതൽ എപ്പിസോഡുകൾ ഈ ചാനലിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേക്കും കുറേശ്ശെ എടുത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓരോ എപ്പിസോഡുകൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക്
ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിന് വർദ്ധിക്കാൻ തക്കവണ്ണം ഉപദേശത്തിനായിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത്. നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് കാണാൻ സാധിക്കും. ഇതിൽ കൂടെ ഒക്കെയും തന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടും. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സത്യവേദ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ തക്കവണ്ണം സ്വീകരിക്കാനാണ് ദൈവത്തിൻ്റെ വചനം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പഴയ നിയമ ശുശ്രൂഷയിലെ പ്രവാചകന്മാരുടെ ശുശ്രൂഷകളുടെ ടൈപ്സിനെ കുറിച്ച് പറയുകയായിരുന്നു. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ദൈവത്തെ, സത്യദൈവത്തെ അവരുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി, അവരുടെ വാക്കുകളിൽ കൂടെ, അവരുടെ എഴുത്തുകളിൽ കൂടെ വെളിപ്പെടുത്തി ദൈവം അവരിൽ കൂടെ പ്രവർത്തിച്ചും കൊണ്ടുവരുന്നു. അനുസരിച്ചവരെ അനുഗ്രഹിക്കുകയും അനുസരണക്കേട് കാണിക്കുന്നവർക്ക് തക്കതായ മാതൃകപരമായ ശിക്ഷകളെ കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് അതൊക്കെയും ചെയ്തത്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. അവരെക്കാൾ നാം അധികം സ്നേഹിക്കപ്പെടുന്നവരാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷയിൽ വരുമ്പോൾ നാം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം. എന്തിനു വേണ്ടിയുള്ള ശുശ്രൂഷയാണ്? പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് ടീച്ചിങ്ങിനാണ്. എന്താണ് അത്? ചർച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത് ചർച്ചിന് അകത്തുള്ളവരെ പുറമെ ഓടി നടന്ന് പ്രവചന ശുശ്രൂഷ വിൽക്കുവാനുള്ളതല്ല. ചർച്ചിന് അകത്ത് വന്നിരിക്കുന്നവരാരാ? വീണ്ടും ജനനം പ്രാപിച്ചവർ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28 തുടങ്ങിയ വാക്യങ്ങൾ വായിച്ചാൽ, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അതാണ് ചർച്ച്. ഈ ചർച്ചിൻ്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ചില എപ്പിസോഡിൽ കൂടെ, സാറ്റർഡേ മീറ്റിങ്ങുകളിൽ കൂടെ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചില 4-5 ആഴ്ചകളായിട്ടുള്ള മെസ്സേജുകൾ യൂട്യൂബ് ചാനലിലുണ്ട്. ചർച്ചിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വിളിച്ചപ്പോൾ ഏകപ്രത്യാശിക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും ഇരിക്കുന്നവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനുമായി നമ്മുടെ ദൈവവും കർത്താവുമായവൻ ഒരുവൻ, പിതാവുമായവൻ ഒരുവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ചർച്ചുകൾ വേണ്ടത്രയുണ്ട്. ഇന്ന് ഫിസിക്കലായിരിക്കുന്ന ഒരു ചർച്ചും, എപ്പിസ്കോപ്പൽ സഭകളാകട്ടെ പെന്തിക്കോസ് ആകട്ടെ, ഒരു ചർച്ചും ക്രിസ്തുവിൻ്റെ ചർച്ചല്ല. ക്രിസ്തുവിൻ്റെ ചർച്ചായിരിക്കുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആയിരിക്കുന്നത് ഇൻവിസിബിളാണ്, എന്നാൽ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനെ തന്നുള്ളൂ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തുടങ്ങി വായിച്ച വാക്യങ്ങളിൽ കൂടെ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി കഴിഞ്ഞ ഈ ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നതിനെ കുറിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും, ഇതിനാണ് പ്രവചന ശുശ്രൂഷ തന്നിരിക്കുന്നത്. ഇത് ചർച്ചിനകത്ത് നടക്കേണ്ട കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷ ഏറ്റെടുക്കുന്നവരും 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ക്വാളിറ്റി ഈ ശുശ്രൂഷകന്മാർക്കുണ്ടോ എന്ന് കൂടെ ശോധന ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം പ്രവാചക ശുശ്രൂഷകന്മാരെ വിളിക്കാൻ. ഇന്ന് ഉപവാസ പ്രാർത്ഥനകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ പാസ്റ്ററാ, അവിടെ വരുമ്പോൾ പ്രവാചകന്. ഓരോരുത്തർ അവിടെ ഉപജീവനത്തിൽ കിട്ടുന്ന മാസ ശമ്പളം മുഴുവനും പോക്കറ്റ് അടിച്ച് കൊണ്ടുപോകും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശൈശവത്തിൽ ദൈവം അതൊക്കെ വരുമ്പോഴേ തൻ്റെ ദീർഘക്ഷമയാൽ പൊറുക്കും. എന്നാൽ ഇന്ന് പ്രകൃതിയിൽ കാണുന്ന, വേൾഡ് പൊളിറ്റിക്സിൽ കാണുന്ന, കലാമിറ്റീസിൽ കാണുന്ന ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് കർത്താവ് തന്നെ തിരുവായ് മൊഴിയായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ്റെ വരവിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. ഇനി ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുന്നവരും വ്യാജമായ ഇത്തരം ശുശ്രൂഷകൾ, ദൈവത്തിൻ്റെ ഹിതത്തെ വെളിപ്പെടുത്താത്തായിട്ടുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നവരും തങ്ങളുടെ പ്രാണൻ്റെ നിത്യത എന്തെന്നോർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തരുവാൻ തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾ പോകേണ്ട പാതാളത്തിൽ പോയി വെന്തെരിഞ്ഞു
നിങ്ങൾ കോടി കോടി വർഷങ്ങൾ ആ പാതാളത്തിലും പിൻകാലത്ത് നരകത്തിലും ബന്ധേറിയതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം നിങ്ങൾ പോയി ബന്ധരിയേണ്ട പാതാളത്തിൽ പോകുന്നത് നല്ലതെന്ന് കണ്ട ദൈവസ്നേഹമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിലേക്കാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ കൂടെ വിളിക്കുന്നത്. ദൈവമേ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഏവരെയും തൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എപ്പിസോഡിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, തിരുവെഴുത്തുകളിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി കർത്താവ് നീ ചെയ്ത വലിയ പ്രവൃത്തികളെ, നിൻ്റെ കൃപയെ തന്നെ നീ വെളിപ്പെടുത്തിയത് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുവാനും ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനും അവന് തികഞ്ഞവരായി തീരുവാൻ തക്കവണ്ണം ഈ ശബ്ദം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തൃപ്പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.